സാലി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലയളവോളം അടുപ്പിച്ച് നമ്മൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ ഒരു കാലാവസ്ഥയുണ്ട്. സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പാവുമ്പോൾ നേരത്തെ സാലി പറഞ്ഞതുപോലെ തന്നെ മറ്റ് ഒരു പൊതു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെയും അവിടെ വരും. രാഷ്ട്രീയമായ നിരവധി വിഷയങ്ങൾ അവിടെ ചർച്ചയാകും. പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നേതാക്കന്മാരെല്ലാവരും ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു അനുഭവമോ അല്ലെങ്കിൽ അപൂർവമായ ഒരു അനുഭവമോ ആയിരിക്കും. ആ നിലയിൽ തന്നെയായിരുന്നു ചേലക്കരയും ഇക്കുറി ഈ ഒരു പ്രചാരണ കാലയളവിൽ പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് UDFും BJPയും നേരിട്ട സമാനതകളില്ലാത്ത പ്രതിസന്ധിയുണ്ട്. കുഴൽപ്പണവും കള്ളപ്പണവും അടക്കം ചേലക്കരയിൽ വലിയ തോതിലുള്ള ഒരുപാട് രീതിയിലുള്ള മാറ്റിമറിക്കലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെ തുടർന്നുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ആടി ഉലയാത്ത വ്യക്തമായ ഒരു മേൽക്കൈ പ്രചാരണ രംഗത്ത് LDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം തുടർഭരണം എന്ന വലിയൊരു ആത്മവിശ്വാസം അത് ചേലക്കരയിലെ വോട്ടർമാർ പകർന്നു നൽകുന്നുണ്ട് എന്നതായിരുന്നു. ഈ ഒരു പ്രചാരണ കാലത്തിൽ ഉടനീളം ചേലക്കര പ്രതികരിച്ചത് എങ്ങനെയാണ് സാലി? അതായത് ഈ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ സവിശേഷ സ്വഭാവമുണ്ട്. അത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. 82 മുതൽ നമുക്ക് പരിശോധിച്ചാൽ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDF ജനപ്രതിനിധികളോട് ജയിച്ചിട്ടുള്ളത്. 96-ന് ശേഷം ഒരൊറ്റ UDF പ്രതിനിധി ഈ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല. കെ രാധാകൃഷ്ണനും ഇപ്പോൾ മത്സരിക്കുന്ന UR പ്രദീപും മാത്രമാണ് ഒരു ടേമിൽ UR പ്രദീപ്, ബാക്കി എല്ലാ ടേമിലും കെ രാധാകൃഷ്ണൻ. അദ്ദേഹം MP അതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെയാണ്. ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സ്വഭാവമാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയുടെ കാതൽ എന്ന് പറയുന്നത്. മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു മിഷനറി എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അത് ചേലക്കരയിൽ സവിശേഷമായുണ്ട്. കാരണം മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്, വിശേഷിച്ച് CPIMന് ഇത്രമേൽ ആഴത്തിൽ ജനപിന്തുണയും സംവിധാനങ്ങളും ഒക്കെ വലിയ തോതിലുള്ള ഒരു പ്രദേശമാണ് മധ്യ കേരളത്തിൽ ഈ ചേലക്കര എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവും. അപ്പോൾ അങ്ങനെ അത്തരം ഒരു മിഷനറി ഉപയോഗിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു മാസക്കാലം 26 ദിവസക്കാലം ഇടതുമുന്നണി നടത്തിയത്. അത് സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ തുടങ്ങിയവർ ക്യാമ്പ് ചെയ്ത് പഞ്ചായത്തുകൾ തോറും ക്യാമ്പ് ചെയ്ത് തന്നെ പ്രചരണത്തിന് നേതൃത്വം നൽകി. ആ ഒരു പശ്ചാത്തലം അവരെ സംബന്ധിച്ചൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. കാരണം അത് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ഒന്ന്. മറ്റൊന്ന്, ഈ സ്ഥാനാർത്ഥിയുടെ ഒരു മികവ് അത് ഗുണകരമാവും എന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം UR പ്രദീപ് 5 വർഷക്കാലം ഒരു ടേമിൽ ഇവിടെ ജനപ്രതിയായിരുന്ന കാലത്താണ് ഇവിടെ ഈ കാണുന്ന വികസനങ്ങൾ ഭൂരിപക്ഷവും നടന്നിട്ടുള്ളത്. കാരണം അതിനൊരു കാരണമുള്ളത്, ആ കാലത്താണ് കിഫ്ബി യാഥാർത്ഥ്യമായതും കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം നടന്നതും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം UR പ്രദീപ് MLA ആയിരുന്ന കാലത്ത് ഈ മണ്ഡലത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ UR പ്രദീപിൻ്റെ കൂടി ഒരു ഒരു കഴിവ് എന്ന നിലയ്ക്ക് ഇതിനെ വോട്ടർമാർ കാണുന്നുണ്ട്. UR പ്രദീപ് MLA ആയിരുന്ന കാലത്ത് മണ്ഡലത്തിലുടനീളം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അങ്ങനെ സമഗ്രമായൊരു വികസനത്തിന് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമാണിത് 2016-21 എന്ന് വോട്ടർമാർ കരുതുന്നുണ്ട്. അതുകൊണ്ട് പ്രദീപിനുള്ള ഒരു വോട്ട്, കുറച്ചധികം വോട്ടുകൾ സ്വന്തമായുണ്ട്. അപ്പോൾ LDF വോട്ടിൻ്റെ കൂടെ UR പ്രദീപ് എന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന അധിക വോട്ടും കൂടി ചേരുമ്പോൾ ഇടതുമുന്നണിക്ക് അതൊരു മെറിറ്റാണ്. അതാണ് ഉയർന്ന ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കെ രാധാകൃഷ്ണൻ 39,400 വോട്ടിനാണ് ഇവിടെ നിന്ന് നിയമസഭയിലെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5,200 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്ന് LDFന് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തുടനീളം വലത് തരംഗം ആഞ്ഞടിച്ചൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തരംഗത്തിൽ പോലും ഇടതോരം ചേർന്ന് നടന്ന ഒരു മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. അതാണ് അവരുടെ ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കരുത്ത്. മറിച്ച് UDF അവകാശപ്പെടുന്നത് മറ്റൊരു കണക്കാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇടതുപക്ഷത്തിനുള്ളത് വെറും 5,200 വോട്ടിൻ്റെ ലീഡാണ്. ആ ലീഡ് മറിക്കാൻ കഴിയും എന്നതാണ് UDF അവകാശപ്പെടുന്നത്. അതിനനുസരിച്ച് ചിട്ടയായ പ്രവർത്തനങ്ങൾ UDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. നേതാക്കന്മാർ ക്യാമ്പ് ചെയ്തും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു പ്രതീക്ഷ വെച്ചുള്ള ഒരു പ്രചരണവും പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ആ പ്രതീക്ഷകളെ എത്രമാത്രം യാഥാർത്ഥ്യമാക്കും എന്ന് കണ്ടറിയാൻ ഏതായാലും അല്പസമയത്തിനകം തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങും. അവരവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 23-ന് കൗണ്ടിങ് നടക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ നടത്തിയ പ്രവചനങ്ങളുടെയൊക്കെ സാധുത എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ കഴിയും. പക്ഷേ എല്ലാവരും വോട്ടർമാർ ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങും.